ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LP UP 60 ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈക്കോളജി ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള ബുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ വക്താവ് ആരാണ്? സ്പിയർമാൻ ആണ്. ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ വക്താവ് സ്പിയർമാൻ ആണ്. സ്പിയർമാൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിശക്തിയിൽ 2 ഘടകങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. സാമാന്യ ഘടകം അല്ലെങ്കിൽ ജനറൽ ഫാക്ടർ, ഇതിനെ സ്മോൾ ലെറ്റർ G കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ വിശിഷ്ട ഘടകം അല്ലെങ്കിൽ സ്പെസിഫിക് ഫാക്ടർ, ഇങ്ങനെ 2 ഘടകങ്ങൾ ഉണ്ട് എന്നാണ് സ്പിയർമാൻ്റെ അഭിപ്രായത്തിൽ പറയുന്നത്. സാമാന്യ ഘടകവും വിശിഷ്ട ഘടകവും, ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും. ഇതിനെ G എന്നുള്ള അക്ഷരം കൊണ്ടും സ്മോൾ ലെറ്റർ S കൊണ്ടുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു പ്രത്യേക വ്യക്തിയുടെ Gകളും Sകളും മറ്റ് വ്യക്തികളുടേതിൽ നിന്നും ഭിന്നമായിരിക്കും. അത് വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്നു എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ദ്വിഘടക സിദ്ധാന്തം എന്ന് പറയുന്നത്. സാമാന്യ ഘടകം അല്ലെങ്കിൽ G ഘടകത്തിൻ്റെ സവിശേഷതകളാണ് ജന്മസിദ്ധമായിരിക്കും, പൊതുവായ മാനസിക ശക്തി വിശേഷമായിരിക്കും, സ്ഥിരമാണ്, എല്ലാ പ്രവർത്തനങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്, Gയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ജീവിത വിജയവും കൂടുന്നു, Gയുടെ അളവിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി S എന്ന ഘടകത്തിൻ്റെ സവിശേഷത, അതായത് വിശിഷ്ട ഘടകം അല്ലെങ്കിൽ സ്പെസിഫിക് ഫാക്ടറിൻ്റെ സവിശേഷത, ഇത് പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെട്ടവയാണ്. ഒരു വ്യക്തിയിൽ ഓരോ പ്രവർത്തനവും S ഘടകം ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത്. ഒരു വ്യക്തിയിൽ തന്നെ ഓരോ പ്രവർത്തനത്തിലും S ഘടകം ഒരുപോലെ ആയിരിക്കില്ല പ്രവർത്തിക്കുന്നത്. S ഘടകത്തിൻ്റെ അളവിലും വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യം, ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ്. ഈ പ്രസ്താവന താഴെ പറയുന്ന ഏത് ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ദ്വിഘടക സിദ്ധാന്തമാണ്. 2 ഫാക്ടർ തിയറി അല്ലെങ്കിൽ ദ്വിഘടക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വ്യക്തി ഗണിതത്തിൽ പ്രകടിപ്പിക്കുന്ന ബുദ്ധി പൊതുവായ ബുദ്ധിയുടെയും ഗണിതത്തിലെ പ്രത്യേക ബുദ്ധിയുടെയും സങ്കലിത ഫലമാണ് എന്നുള്ളത്. അടുത്തത്, ബുദ്ധിയുടെ G ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ്: ജന്മസിദ്ധമാണ്, സ്ഥിരമാണ്, പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു, പൊതുവായ മാനസിക ശക്തി വിശേഷമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ആൻസറായി വരുന്നത് തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. പരിസ്ഥിതിയിൽ നിന്നും ആർജിക്കപ്പെടുന്നു എന്നതാണ് തെറ്റായി വരുന്നത്. അത് S ഘടകത്തിൻ്റെ സവിശേഷതയാണ്. പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നത് S ഘടകത്തിൻ്റെ സവിശേഷതയാണ്. G ഘടകത്തിൻ്റെ സവിശേഷതയാണ് ജന്മസിദ്ധമാണ്, സ്ഥിരമാണ്, പൊതുവായ മാനസിക ശക്തി വിശേഷമാണ്. ബുദ്ധിയിൽ ഒരൊറ്റ പ്രതിഭാസമേ അന്തർഭവിച്ചിട്ടുള്ളൂ എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ഏകഘടക സിദ്ധാന്തം അല്ലെങ്കിൽ യൂണിറ്ററി തിയറി ഓർ മൊണാർക്കിക് തിയറി എന്ന് പറയുന്നത്. ബുദ്ധിയിൽ ഒരൊറ്റ പ്രതിഭാസമേ അന്തർഭവിച്ചിട്ടുള്ളൂ എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ഏകഘടക സിദ്ധാന്തം, യൂണിറ്ററി തിയറി അല്ലെങ്കിൽ മൊണാർക്കിക് തിയറി. വിവിധ പ്രവർത്തനങ്ങളിൽ അന്തർഭവിച്ചിട്ടുള്ള നിരവധി പ്രത്യേക ശേഷികളുടെ ആകെ തുകയാണ് ബുദ്ധി എന്ന് പറയുന്നതാണ് ബഹുഘടക സിദ്ധാന്തം. വിവിധ പ്രവർത്തനങ്ങളിൽ അന്തർഭവിച്ചിട്ടുള്ള നിരവധി പ്രത്യേക ശേഷികളുടെ ആകെ തുകയാണ് ബുദ്ധി എന്ന് പറയുന്നത് ബഹുഘടക സിദ്ധാന്തമാണ്. ഇനി Gയുടെ സ്ഥാനത്ത് നിരവധി പ്രാഥമിക ശേഷികളെ പ്രതിഷ്ഠിച്ച് മാനവശേഷിയുള്ള നിരവധി സംഘങ്ങളുണ്ട് എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് സംഘഘടക സിദ്ധാന്തം. Gയുടെ സ്ഥാനത്ത് നിരവധി പ്രാഥമിക ശേഷികളെ പ്രതിഷ്ഠിച്ച് മാനവശേഷിയുള്ള നിരവധി സംഘങ്ങളുണ്ട് എന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് സംഘഘടക സിദ്ധാന്തം. സംഘഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് തേഴ്സ്റ്റൺ ആണ്. അടുത്ത ചോദ്യം, JP ഗിൽഫോർഡിൻ്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? JP ഗിൽഫോർഡിൻ്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ്: പരിണിത രൂപങ്ങൾ, കാഴ്ച, അർത്ഥപരം, പ്രതീകങ്ങൾ. ഇതിൽ തെറ്റായി വരുന്നത് ഉൾപ്പെടാത്തതാണ് പരിണിത രൂപങ്ങൾ. ഉൾപ്പെടുന്നതെന്നൂടെ പഠിച്ചു വയ്ക്കുക. JP ഗിൽഫോർഡിൻ്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് കാഴ്ച, അർത്ഥപരം, പ്രതീകങ്ങൾ. കാഴ്ച, അർത്ഥപരം, പ്രതീകങ്ങൾ. വിഷ്വൽ, സെമാറ്റിക്, സിംബോളിക്.
വിവ്രജന ചിന്തനം അല്ലെങ്കിൽ ഡൈവേർജൻ തിങ്കിങ് ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏതാണ്? ത്രിമുഖ സിദ്ധാന്തമാണ്. ത്രിമുഖ സിദ്ധാന്തം. വിവ്രജന ചിന്തനം അല്ലെങ്കിൽ ഡൈവേർജൻ തിങ്കിങ് ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തമാണ് ത്രിമുഖ സിദ്ധാന്തം. ജെ.പി. ഗിൽഫോർഡിൻ്റെ ബുദ്ധി സിദ്ധാന്തമാണ് ത്രിമുഖ സിദ്ധാന്തം. ജെ.പി. ഗിൽഫോർഡിൻ്റെ ബുദ്ധി സിദ്ധാന്തമാണ് ത്രിമുഖ സിദ്ധാന്തം. ബുദ്ധിപരമായ ഏതൊരു വ്യവഹാരത്തിനും 3 മുഖങ്ങളുണ്ടെന്നും അവയെ ത്രിമാന രൂപത്തിൽ ചിത്രീകരിക്കാമെന്നും പറയുന്ന സിദ്ധാന്തമാണ് ത്രിമുഖ സിദ്ധാന്തം എന്ന് പറയുന്നത്. ത്രിമുഖ സിദ്ധാന്തത്തിലെ 3 ഘടകങ്ങളാണ് ഉള്ളടക്കങ്ങൾ, ഉൽപ്പന്നങ്ങൾ, മാനസിക പ്രക്രിയകൾ. ഉള്ളടക്കങ്ങൾ, ഉൽപ്പന്നങ്ങൾ, മാനസിക പ്രക്രിയകൾ. ഇതിനകത്ത് ഓരോന്നും ഉണ്ട്. അതാണ് ആദ്യത്തെ ചോദ്യത്തിൽ വന്നത്. ഉള്ളടക്കത്തിൻ്റെ ഘടകങ്ങളാണ് രൂപം, ശ്രവ്യം, പ്രതീകം, അർത്ഥം, വ്യവഹാരം. വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമാറ്റിക്, ബിഹേവിയറൽ. ഇനി ഉൽപ്പന്നത്തിൻ്റെ ഘടകങ്ങളാണ് ഏകകങ്ങൾ, വിഭാഗങ്ങൾ, ബന്ധങ്ങൾ, സംഹിതകൾ, പരിണിത രൂപങ്ങൾ. യൂണിറ്റ്സ്, ക്ലാസസ്, റിലേഷൻസ്, സിസ്റ്റംസ്, ട്രാൻസ്ഫോർമേഷൻസ്, ഇംപ്ലിക്കേഷൻസ്. ഇനി മൂന്നാമത്തെ ഘടകമായിട്ടുള്ള മാനസിക പ്രക്രിയയിലെ ഘടകങ്ങളാണ് വൈജ്ഞാനികം, ഓർമ്മ, വിവ്രജന ചിന്ത, സംവ്രജന ചിന്ത, മൂല്യനിർണ്ണയം. കോഗ്നിഷൻ, മെമ്മറി, ഡൈവേർജൻ തിങ്കിങ്, കൺവേർജൻ തിങ്കിങ്, ഇവാലുവേഷൻ. ഇതൊന്നും ഒറ്റ തവണ കേട്ടാൽ മനസ്സിലാവില്ല. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ചോദ്യം, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞനാണ് ഹൊവാർഡ് ഗാർട്ട്നർ. ഹൊവാർഡ് ഗാർട്ട്നർ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയത് ഹൊവാർഡ് ഗാർട്ട്നർ ആണ്. ബുദ്ധിയെക്കുറിച്ചുള്ള ട്രയാർക്കിക് സിദ്ധാന്തം അവതരിപ്പിച്ചത് റോബർട്ട് ജെ സ്റ്റേൺബർഗ് ആണ്. സ്റ്റേൺബർഗ്. ബുദ്ധിയെക്കുറിച്ചുള്ള ട്രയാർക്കിക് സിദ്ധാന്തം അവതരിപ്പിച്ചത് റോബർട്ട് ജെ സ്റ്റേൺബർഗ് ആണ്. 2022 സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ താഴെ പറയുന്നവയിൽ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൊവാർഡ് ഗാർട്ട്നർ ആണ്. അടുത്തത്, തരംതിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏത് ഘടകത്തെ പരിപോഷിപ്പിക്കാൻ ഉതകുന്നു? ആൻസർ, ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധി. തരം തിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏത് ഘടകത്തെ പരിപോഷിക്കാനാണ് ഉതകുന്നത്? ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധിയാണ്. ചിത്രം വരയ്ക്കുന്ന കുട്ടി ഏത് തരം ബഹുമുഖ ബുദ്ധി ആണ് ഉപയോഗിക്കുന്നത്? ദൃശ്യ സ്ഥലപരമായ ബുദ്ധിയാണ്. ചിത്രം വരയ്ക്കുന്ന കുട്ടി ഏത് തരം ബഹുമുഖ ബുദ്ധി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ് ഉപയോഗിക്കുന്നത്? ദൃശ്യ സ്ഥലപരമായ ബുദ്ധിയാണ്. ജയകൃഷ്ണൻ ഒരു നാവികനാണ്. കുമാർ ഒരു ആർക്കിടെക്റ്റാണ്. ഇവരിൽ കാണപ്പെടുന്നത് ഏത് തരം ബഹുമുഖ ബുദ്ധിയാണ്? ദൃശ്യ സ്ഥലപരമായ ബുദ്ധിയാണ്. ജയകൃഷ്ണൻ ഒരു നാവികനാണ്. കുമാർ ഒരു ആർക്കിടെക്റ്റാണ്. ഇവരിൽ കാണപ്പെടുന്നത് ഏത് തരം ബഹുമുഖ ബുദ്ധിയാണ്? ദൃശ്യ സ്ഥലപരമായ ബുദ്ധിയാണ്. ദൃശ്യ സ്ഥലപരമായ ബുദ്ധി ഉപയോഗിക്കാൻ അവസരം നൽകുന്ന പ്രവർത്തനം ഏത്? വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ അവസരം നൽകുന്ന പ്രവർത്തനം ചുമർ മാസികയുടെ ലേ ഔട്ട് തയ്യാറാക്കുക. തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ചാണ് ഈ ആൻസർ വരുന്നത്. ആദ്യത്തെ ഓപ്ഷൻ പ്രശ്നോത്തരി, രണ്ടാമത്തേത് ചുമർ മാസികയുടെ ലേ ഔട്ട് തയ്യാറാക്കൽ, ഡയറി എഴുതൽ, കഥ ക്രമീകരിക്കൽ. അപ്പോൾ ദൃശ്യ സ്ഥലപരമായ ബുദ്ധി ഉപയോഗിക്കാൻ അവസരം നൽകുന്ന പ്രവർത്തനം ചുമർ മാസികയുടെ ലേ ഔട്ട് തയ്യാറാക്കലാണ്. ബഹുതല ബുദ്ധി സിദ്ധാന്തമനുസരിച്ച് കളിമൺ രൂപം നിർമ്മിക്കുന്ന ഒരു കുട്ടിയിൽ പ്രകടമായി കാണുന്ന ബുദ്ധിയുടെ തലമാണ് ദൃശ്യസ്ഥലപരമായ ബുദ്ധി. ബഹുതല ബുദ്ധി സിദ്ധാന്തമനുസരിച്ച് കളിമൺ രൂപം നിർമ്മിക്കുന്ന ഒരു കുട്ടിയിൽ പ്രകടമായി കാണുന്ന ബുദ്ധിയുടെ തലമാണ് ദൃശ്യസ്ഥലപരമായ ബുദ്ധി. ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹൊവാർഡ് ഗാർട്ട്നർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് മുന്നോട്ട് വെച്ചത്? ശാരീരിക ചലനപരമായ ബുദ്ധിയാണ്. ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഹൊവാർഡ് ഗാർട്ട്നർ മുന്നോട്ട് വെച്ച ഒന്നാണ് ശാരീരിക ചലനപരമായ ബുദ്ധി. അടുത്ത ചോദ്യം, ക്ലാസ് മുറികളിൽ നടക്കുന്ന ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ വിജയകരമാക്കാൻ ഏത് തരത്തിലുള്ള ബുദ്ധിയാണ് സഹായകമാകുന്നത്? വ്യക്ത്യാന്തര ബുദ്ധിയാണ്. ക്ലാസ് മുറികളിൽ നടക്കുന്ന ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ വിജയകരമാക്കാൻ, ഗ്രൂപ്പിൽ ഓരോരുത്തരും വ്യത്യസ്ത ബുദ്ധിയുള്ളവരായിരിക്കാം. അപ്പോൾ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ വിജയകരമാക്കാൻ ഏത് തരത്തിലുള്ള ബുദ്ധിയാണ് സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്ത്യാന്തര ബുദ്ധിയാണ്.
ഇതിനെക്കുറിച്ചെല്ലാം നല്ല ഡീറ്റെയിൽ ആയി പഠിക്കാൻ സാധിക്കുന്നവർ അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കുക. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഇത്തരം ബുദ്ധിയിൽ മികവ് കാണിക്കാറുണ്ട്. ഏത് ബുദ്ധിയാണെന്നാണ് ചോദിക്കുന്നത്? വ്യക്ത്യാന്തര ബുദ്ധി. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ വ്യക്ത്യാന്തര ബുദ്ധിയിലാണ് മികവ് കാണിക്കുന്നത്. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധിയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി. ആന്തരിക വൈയക്തിക ബുദ്ധി. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്നത് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. താഴെ പറയുന്നവയിൽ വ്യക്ത്യാന്തര ബുദ്ധിയിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ്: തന്നെക്കുറിച്ചുള്ള ബോധം, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൽ, അന്യരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കൽ, സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിക്കൽ. ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് അറിയില്ലെങ്കിലും ആൻസർ എഴുതാൻ സാധിക്കും. 3 ഓപ്ഷനും മറ്റുള്ളവരെക്കുറിച്ചാണ് പറയുന്നത്. സ്വന്തമായി പറയുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അതാണ് തന്നെക്കുറിച്ചുള്ള ബോധം. അതാണ് ആൻസർ. വ്യക്ത്യാന്തര ബുദ്ധിയിൽ ഉൾപ്പെടുന്നതാണ് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൽ, അന്യരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കൽ, സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിക്കൽ. മനുഷ്യൻ്റെ ബുദ്ധിക്ക് ബഹുമുഖങ്ങളുണ്ട് എന്ന് പറഞ്ഞത് ഹൊവാർഡ് ഗാർണർ ആണ്. അദ്ദേഹം തന്നെയാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ബഹുമുഖ ബുദ്ധിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതിയാണ് മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ. ഫ്രെയിംസ് ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ ചട്ടക്കൂടുകൾ. അതിലാണ് ബഹുമുഖ ബുദ്ധിയെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നത്. അതുപോലെ ബുദ്ധിശക്തി പരിശോധിക്കുന്നു. ഹൊവാർഡ് ഗാർണറുടെ മറ്റൊരു കൃതിയാണ് ബുദ്ധിശക്തി പരിശോധിക്കുന്നു അല്ലെങ്കിൽ ഇൻ്റലിജൻസ് റീഫ്രെയിംഡ്. ഹൊവാർഡ് ഗാർണർ അവതരിപ്പിക്കുന്ന ബുദ്ധിക്ക് ബഹുമുഖങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഭാഷാപരമായ ബുദ്ധി, യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, വ്യക്ത്യാന്തര ബുദ്ധി, ആന്തര വൈയക്തിക ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, അസ്തിത്വപരമായ ബുദ്ധി. ഇവയെല്ലാമാണ് ഹൊവാർഡ് ഗാർണർ അവതരിപ്പിക്കുന്ന ബുദ്ധിയുടെ ബഹുമുഖങ്ങൾ. ബുദ്ധിയെപ്പറ്റി പ്രതിപാദിച്ചുകൊണ്ട് ധാരാളം മനഃശാസ്ത്രജ്ഞർ എഴുതിയിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ IQ ബുദ്ധിയെപ്പറ്റി പ്രതിപാദിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ആൽഫ്രഡ് ബിനെയാണ്. IQ ബുദ്ധിയെപ്പറ്റി പ്രതിപാദിച്ച മനഃശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് ബിനെ. ആധുനിക രീതിയിലുള്ള ബുദ്ധിമാപനത്തിന് തുടക്കം കുറിച്ചത് ആൽഫ്രഡ് ബിനെയാണ്. ആധുനിക രീതിയിലുള്ള ബുദ്ധിമാപനത്തിന് തുടക്കം കുറിച്ചത് ആൽഫ്രഡ് ബിനെ. സെയിം ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ രീതിയിലുള്ള ആധുനിക ബുദ്ധിമാപനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആൽഫ്രഡ് ബിനെയാണ്. ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് ബിനെയാണ്. ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആൽഫ്രഡ് ബിനെ. ബുദ്ധി പരീക്ഷ ആദ്യമായി തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് ബിനെ. ബുദ്ധി പരീക്ഷ ആദ്യമായി തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് ബിനെ. ബിനെറ്റ് എന്ന മനഃശാസ്ത്രജ്ഞൻ്റെ ജന്മസ്ഥലം ഫ്രാൻസാണ്. ഫ്രാൻസിലാണ് ബിനെറ്റ് എന്ന മനഃശാസ്ത്രജ്ഞൻ ജനിച്ചത്. പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ചത് ആൽഫ്രഡ് ബിനെയാണ്. പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ച വ്യക്തിയാണ് ആൽഫ്രഡ് ബിനെ. ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കുവാനുള്ള ആദ്യത്തെ ശ്രമം നടത്തിയത് ആൽഫ്രഡ് ബിനെയാണ്. ആൽഫ്രഡ് ബിനെയും തിയോഡർ സൈമണും വികസിപ്പിച്ചെടുത്തിട്ടുള്ള ശോധകമാണ് ബിനെ സൈമൺ സ്കെയിൽ. ഇതിലെ ബുദ്ധിശോധകത്തിൽ അടങ്ങിയിരിക്കുന്ന ചോദ്യങ്ങൾ 30 എണ്ണമാണ്. 30 ചോദ്യങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ബിനെ ശോധകം ആവിഷ്കരിച്ചത് ടെർമാൻ ആണ്. സ്റ്റാൻഡേർഡ് ബിനെ ശോധകം ആവിഷ്കരിച്ച വ്യക്തി ടെർമാൻ ആണ്. വ്യക്തികളെ അവരുടെ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചതും ടെർമാൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപനം നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ CH റൈസ്. ഡോക്ടർ CH റൈസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ബുദ്ധിമാപനം നടത്തിയ വ്യക്തി. അടുത്ത ചോദ്യം, 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സ് എത്ര? IQ കാണാനുള്ള ഇക്വേഷനാണ് MA/CA × 100. IQ കാണാനുള്ള ഇക്വേഷൻ MA/CA × 100. MA എന്ന് പറയുന്നത് മെൻ്റൽ ഏജ് ആണ്. CA എന്ന് പറയുന്നത് ക്രോണോളജിക്കൽ ഏജ് ആണ്. നമ്മൾ പലരുടെയും സ്വഭാവം കാണുന്ന സമയത്ത് പ്രായത്തിനനുസരിച്ചുള്ള പക്വതയില്ല എന്ന് പറയാറുണ്ട്. അതുമായി കണക്ട് ചെയ്തതിനെ ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ പ്രായത്തിനനുസരിച്ച് ചിലപ്പോൾ മനസ്സ് വളർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ MA എന്ന് പറയുന്നത് മെൻ്റൽ ഏജ് ആണ്. CA എന്ന് പറയുന്നത് ക്രോണോളജിക്കൽ ഏജ് ആണ്, അതായത് നമ്മുടെ വയസ്സ്.
ചോദ്യത്തിൽ IQ തന്നിട്ടുണ്ട്. അപ്പോൾ 98 IQ. അപ്പോൾ നമ്മുടെ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. MA = IQ × CA/100. 98 × 10/100. ആൻസറായി വരുന്നത് 9.8 ഇതെല്ലാവരും തനിയെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത 2 ചോദ്യവും ഇതുപോലെ തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കാം. 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 എങ്കിൽ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽ പെടും? ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം IQ കണ്ടുപിടിക്കണം. ഇവിടെ IQ കണ്ടുപിടിക്കാൻ 8/13 × 100. 8 എന്ന് പറയുന്നത് മാനസിക വയസ്സാണ്, 13 റോണിയുടെ വയസ്സ്. അതാണ് ക്രോണോളജിക്കൽ ഏജ് അല്ലെങ്കിൽ കാലിക വയസ്സെന്ന് പറയുന്നത്. അപ്പോൾ 8/13 × 100 ആൻസറായി വരുന്നത് 61.5 അത് മൂഢബുദ്ധിയെയാണ് കാണിക്കുന്നത്. ഇത് നിങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിക്കുക. 12 വയസ്സായ ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 12 ആയാൽ ബുദ്ധിമാനം IQ എത്രയാണ്? ആൻസർ 100. ഇവിടെ MAയും CAയും ഈക്വൽ ആണ്. കാലിക വയസ്സും അതുപോലെ തന്നെ മാനസിക വയസ്സും തുല്യമാണെങ്കിൽ അവിടെ IQ എന്ന് പറയുന്നത് 100 ആയിരിക്കും. കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനത്തിന് എന്ത് സംഭവിക്കുന്നു? കാലിക വയസ്സ്, അതായത് നമ്മുടെ വയസ്സ് നമ്മുടെ മാനസിക വയസ്സ് മനസ്സിൻ്റെ വയസ്സിനേക്കാൾ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ബുദ്ധി കുറയുകയാണ് ചെയ്യുന്നത്. കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം കുറയുന്നു. അതേസമയം കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കുറഞ്ഞാൽ ബുദ്ധിമാപനം കൂടുന്നു. അതൊന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ഇനി 100ൽ കുറഞ്ഞ IQ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ബുദ്ധി കുറവിനെയാണ് കാണിക്കുന്നത്. 100ൽ കൂടിയതാണെങ്കിൽ അത് ബുദ്ധി കൂടുതലിനെയും കാണിക്കുന്നു. മാനസിക വയസ്സ് അല്ലെങ്കിൽ മെൻ്റൽ ഏജ് എന്ന ആശയത്തിന് രൂപം നൽകിയത് ആൽഫ്രഡ് ബിനെയാണ്. എന്നാൽ IQ അല്ലെങ്കിൽ ബുദ്ധിമാപനം എന്ന ആശയം ആവിഷ്കരിച്ചത് വില്യം സ്റ്റേൺ ആണ് IQ എന്ന ആശയം ആവിഷ്കരിച്ചത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബുദ്ധിമാപനത്തിനെ ഉപയോഗിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ A ആണ്. WAIS വെയ്സ്. WAIS ആണ് ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത്. വെഷ്ലർ അഡൾട്ട് ഇൻ്റലിജൻസ് സ്കെയിൽ എന്നാണ് പൂർണ്ണരൂപം. 3 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ഉപയോഗിക്കുന്ന പ്രക്ഷേപണ തന്ത്രമാണ് CAT ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. അവ്യക്തമായ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് അതിനിടയിലെ സംഭവം വിവരിക്കാൻ ആവശ്യപ്പെടുന്ന പരീക്ഷയാണ് ടാറ്റ് തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. വ്യക്തിത്വ ഇൻവെൻട്രിയാണ് MMPI മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി. അടുത്തത് വൈകാരിക ബുദ്ധിയുടെ സവിശേഷത, ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ സവിശേഷത എന്തെല്ലാം? തന്നിട്ടുള്ള ഓപ്ഷൻ എല്ലാം ഇതിൻ്റെ സവിശേഷത തന്നെയാണ്. അവബോധം, ആത്മനിയന്ത്രണം, സാമൂഹ്യ ബോധം. വൈകാരിക ബുദ്ധിയുടെ സവിശേഷതയാണ് അവബോധം, ആത്മനിയന്ത്രണം, സാമൂഹ്യ ബോധം. സാമൂഹ്യ ജീവിതത്തിലും പഠനത്തിലും വൈകാരിക ബുദ്ധിയുടെ പ്രാധാന്യം വിശദമാക്കിയത് ഡാനിയൽ ഗോൾമാൻ. സാമൂഹ്യ ജീവിതത്തിലും പഠനത്തിലും വൈകാരിക ബുദ്ധിയുടെ പ്രാധാന്യം വിശദമാക്കിയത് ഡാനിയൽ ഗോൾമാൻ. സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്. വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനാണ് ഡാനിയൽ ഗോൾമാൻ. വൈകാരിക ബുദ്ധി അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഡാനിയൽ ഗോൾമാൻ ആണ്. വൈകാരിക അവസ്ഥകളെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. വൈകാരിക അവസ്ഥകളെ ബുദ്ധിപരമായി നിയന്ത്രിക്കാനുള്ള കഴിവാണ് വൈകാരിക ബുദ്ധി. വ്യക്തിക്ക് തന്നെക്കുറിച്ചുള്ള കൃത്യമായ അവബോധത്തെയാണ് വൈയക്തിക ബുദ്ധി അല്ലെങ്കിൽ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. വ്യക്തിക്ക് തന്നെക്കുറിച്ചുള്ള കൃത്യമായ അവബോധമാണ് വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. വ്യക്തിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിനുള്ള കഴിവാണ് വ്യക്ത്യാന്തര ബുദ്ധി, പേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. വ്യക്തിക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിനുള്ള കഴിവാണ് വ്യക്ത്യാന്തര ബുദ്ധി അല്ലെങ്കിൽ പേഴ്സണൽ ഇൻ്റലിജൻസ്. ഹൊവാർഡ് ഗാർഡനറുടെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി വൈകാരിക ബുദ്ധി, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തികളാണ് പീറ്റർ സലോവെ, ജോൺ മേയർ ആണ് വൈകാരിക ബുദ്ധി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇത് കൂടുതൽ പ്രചാരത്തിലായത് ഡാനിയൽ ഗോൾമാൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതോടു കൂടിയിട്ടാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകം എഴുതിയത് ഡാനിയൽ ഗോൾമാൻ ആണ്. അതോടുകൂടിയാണ് വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന് വിപുലമായ പ്രചാരവും സ്വീകാര്യതയും ലഭിച്ചത്.
സാമൂഹികവും വൈകാരികവുമായ 5 അടിസ്ഥാന ശേഷികളാണ് വൈകാരിക ബുദ്ധിക്കുള്ളത് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ഡാനിയൽ ഗോൾമാൻ. ആ 5 എണ്ണമാണ് സ്വ അവബോധം, ആത്മനിയന്ത്രണം, ആത്മചോദനം, അനുതാപം, സാമൂഹ്യ നൈപുണികൾ, സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻ, സെൽഫ് മോട്ടിവേഷൻ, എമ്പതി, സോഷ്യൽ സ്കിൽസ്. വൈകാരിക ബുദ്ധി കൂടുതലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് പ്രതിപക്ഷ ബഹുമാനമാണ്. വൈകാരിക ബുദ്ധി കൂടുതലുള്ള ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പ്രതിപക്ഷ ബഹുമാനം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏതാണ്? സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. അത് ഇല്ലാത്തതാണ്. വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്കുള്ള സവിശേഷതകളാണെന്ത്? സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുന്നു, മറ്റുള്ളവരുമായി ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നു. 7ാം ക്ലാസ്സിലെ ലീഡറാണ് വിദ്യ. ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവൾ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ്, സഹകരണ മനോഭാവം, അനുതാപം എന്നീ കഴിവുകളും വിദ്യയ്ക്കുണ്ട്. വിദ്യയുടെ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വൈകാരിക ബുദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വൈകാരിക ബുദ്ധിയുള്ള ഒരാൾക്ക് എന്തൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ്, സഹകരണ മനോഭാവം, അനുതാപം എന്നീ കഴിവുകൾ ഉണ്ടായിരിക്കും. വൈകാരിക മാനം എന്ന ആശയം അവതരിപ്പിച്ചത് ഡാനിയൽ ഗോൾമാൻ ആണ്. വൈകാരിക മാനം, ഇമോഷണൽ കോഷ്യൻ്റ് എന്ന ആശയം അവതരിപ്പിച്ചത് ഡാനിയൽ ഗോൾമാൻ ആണ്. ഒരു വ്യക്തിക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും വികാരങ്ങളുടെ ദിശാശക്തി നിയന്ത്രിക്കാനുള്ള സാമൂഹ്യമായ ബുദ്ധിശക്തിയാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. ജീവിത വിജയത്തിന് ആവശ്യം വൈകാരിക മാനമാണ് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ഡാനിയൽ ഗോൾമാൻ. താഴെ കൊടുത്തിരിക്കുന്നവരിൽ കൂട്ടത്തിൽ പെടാത്തത് ആരാണ്? മാക്സ് വെർത്തീമർ ആണ്. മാക്സ് വെർത്തീമർ ആണ് കൂട്ടത്തിൽ പെടാത്തത്. ഇതിൽ ജോൺ മേയറും ഡാനിയൽ ഗോൾമാൻ, പീറ്റർ സലോവ ഇവരെല്ലാം വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. IQ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കോഷ്യൻറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ EQ, ഇമോഷണൽ കോഷ്യൻ്റാണ് ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനമെന്ന് പറഞ്ഞത് ഡാനിയൽ ഗോൾമാൻ ആണ്. ഉയർന്ന IQ ഉള്ള വ്യക്തിക്ക് വൈകാരിക ബുദ്ധി കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അതോടൊപ്പം മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്